ഹലോ. അപ്പൊ ഞാനും ചേച്ചിയും കൂടി പുറത്തേക്കൊന്ന് പോകണട്ടോ. അപ്പൊ ചേച്ചി പറഞ്ഞു ഇവിടെ കൽപ്പക ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്ക് അവിടേക്കൊന്ന് പോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്കാണ് പോണത്. അപ്പൊ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ചേച്ചി ആദ്യമായിട്ടാണ് വരുന്നത്. കാരണം അങ്ങനെ ഇവിടെ എത്തിയതേ നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ അന്ന്. ഓണായത് കൊണ്ടാണ് കേട്ടോ ഇത്ര തിരക്കുള്ളത്. പിന്നെ പുതിയ കടയും കൂടിയാണല്ലോ, അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. അങ്ങനെ ഇവിടെ എത്തി. അപ്പൊ ഞങ്ങള് പൊന്നൂസിനുള്ള ഒരു ബ്ലൗസ് പീസ് എടുക്കണം. ചേച്ചി കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കർട്ട് അടിക്കാനുള്ള ഒരു തുണി ഉണ്ട്, അതിന് മേച്ചുള്ള ഒരു ബ്ലൗസ് പീസ് ഞങ്ങൾ നോക്കണത്. പിന്നെ ഞങ്ങൾ ഒന്ന് രണ്ട് കുറെ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മുകളിലേക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയിട്ട് ഞങ്ങൾ റെഡിമെയ്ഡ് ബ്ലൗസുകളും ബ്ലൗസ് പീസുകളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ റെഡിമെയ്ഡ് ബ്ലൗസ് കണ്ടപ്പോൾ നല്ല അടിപൊളി വെച്ചാൽ അടിപൊളി കളക്ഷൻ കേട്ടോ. റെഡിമെയ്ഡ് ബ്ലൗസിന്റെ പല റേറ്റിലുള്ള ബ്ലൗസുകൾ കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ മാക്സിലേക്കായിട്ട് കയറി. തൊട്ട് ഓപ്പോസിറ്റ് ആണല്ലോ മാക്സ് ഉള്ളത്. അപ്പൊ അവിടെ കയറി അപ്പൂസിനുള്ള ഓണക്കോടി ചേച്ചി ഇവിടെ നിന്നിട്ട് എനിക്ക് മേടിച്ചു തന്നത്. അങ്ങനെ കുറച്ച് ടീഷർട്ടുകളൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പൊ അതും കൂടി ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നോക്കി പിന്നെ കുറച്ച് ഷർട്ടുകൾ നോക്കിയിരുന്നു. അപ്പൊ നോക്കിയപ്പോ അപ്പൂസിന് പറ്റിയ ഷർട്ടുകളിൽ കണ്ടില്ല കേട്ടോ അളവുകൾ. ലാർജ് ഷർട്ട് നോക്കിയപ്പോ ഭയങ്കര വലിപ്പമായിട്ട് കണ്ടത്. അപ്പൊ ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ചാൽ ടീഷർട്ട് ആക്കി. അങ്ങനെ ഞങ്ങൾ ബില്ലടിക്കാൻ വന്നിട്ട് മുകളിലേക്ക്. അങ്ങനെ അതൊക്കെ ബില്ലൊക്കെ അടിച്ചപ്പോ കമ്മലും മാലൊക്കെ കണ്ടിട്ട് അവിടെ. അപ്പൊ ചേച്ചി അത് നോക്കാൻ നിൽക്കണട്ടാ. അപ്പൊ ഇത് നല്ല ക്വാളിറ്റി ഉള്ള കമ്മലാണെന്ന് ഞാൻ പറയണ്ട ചേച്ചിയുടെ. അപ്പൊ അങ്ങനെ ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ചേച്ചി പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കഴിക്കുക അല്ലെ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു സർബത്ത് കഴിക്കാൻ വേണ്ടി കടയിൽ കയറി. അപ്പൊ കൂട്ടമണിക്ക് അമ്പലത്തിന്റെ നേരെയുള്ള ഒരു ഷോപ്പ് ഉണ്ടല്ലോ, അവിടെയാണ് കേട്ടോ കയറിയത്. കാരണം ഒരു പ്രാവശ്യം വന്നപ്പോൾ ചേച്ചിക്ക് അവിടെ നിന്ന് ഞാൻ സർബത്ത് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചിക്ക് അവിടുത്തെ സർബത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്കാണ് വന്നത്. അപ്പൊ കസ്കസ് ഇട്ടുള്ള വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നേക്കണത്. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകണിട്ട്. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചേച്ചിത് വീട്ടിൽ ഗുരുവായൂർക്ക് പോകണം, ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം. അപ്പൊ ചേച്ചിയുടെ മോനാണ് കൂടെ ഉള്ളത്. അപ്പൊ അങ്ങനെ അവരുടെ ഇറങ്ങിയിട്ടാ. അപ്പോ അപ്പൂസും പൊന്നൂസിനും ഒക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുന്നത്. അപ്പൊ കുറെ നേരം അങ്ങനെ ഉണ്ടായിട്ട് പോകുമ്പോ ഭയങ്കര വിഷമാട്ടോ. കാരണം ഒരു അങ്ങനെയാണല്ലോ നമുക്ക് വീട്ടിലൊക്കെ എല്ലാവരും വന്നിട്ട് പിന്നെ പോകുമ്പോ നമുക്ക് ഭയങ്കര വിഷമായിരിക്കുമല്ലോ. ഭയങ്കര ശാന്തമാവും നമ്മുടെ വീട്. അപ്പൊ അങ്ങനെ അത് ചേച്ചി യാത്രയൊക്കെ പറഞ്ഞ് ഓണത്തിന് വരാനായിട്ടാ പറയണത്. ഇരുട്ടായത് കൊണ്ട് തന്നെ വീഡിയോയ്ക്ക് ഇത്തിരി ക്ലാരിറ്റി കുറവ് ഉണ്ടാവും കേട്ടോ. അപ്പൊ എനിക്ക് എങ്ങനെയാ വെച്ചാൽ വീട്ടിലൊക്കെ ആരെങ്കിലും വന്നിട്ട് തിരിച്ചു പോകുമ്പോണ്ടല്ലോ ഭയങ്കരമായിട്ട് വീട് സൈലന്റ് ആണ് പോലെ കേട്ടാ. ഒന്നാമത്തെ കാര്യം നമ്മളിങ്ങനെ എന്താ പറയാ കുറെ പേര് പെട്ടെന്ന് വന്ന് അങ്ങനെ സംസാരിച്ച് അങ്ങനെ എല്ലാരും കൂടി ഇരുന്നിട്ട് പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങനെ പോകുമ്പോ പിന്നെ ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഓക്കെ.